അപ്പോൾ ഇന്നലെ നമ്മളൊരു വ്ളോഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗ് നമ്മൾ ഇന്നലെ എനിക്ക് ചെറിയ നീതിവീഴ്ച എന്തുകൊണ്ടവനൊക്കെ ആയതുകൊണ്ട് അവിടെ നിർത്തിയിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തൃശ്ശൂരിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ കൊണ്ടുവച്ച് പിന്നെ ആ വ്ളോഗെ കണ്ടിന്യൂ ചെയ്തില്ല. പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസത്തെ നമ്മുടെ ആ ബൂട്ടിൽ കയറിയ വണ്ടിയിൽ അണ്ടർകോട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അടിക്കാൻ പോകുന്ന സിൽക്കി ഗോൾഡാണ്. അപ്പോൾ സിൽക്കി ഗോൾഡ് അണ്ടർകോട്ട് കഴിഞ്ഞ ശേഷം ഫൈനൽ വർക്കിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ. മുമ്പായി ഇപ്പോൾ അതിൻ്റെ തെക്കൻ തിരക്കിലേക്കാണ്. സമയം ഏകദേശം ഉച്ചയായിട്ടാണ്. പിന്നെ ഇപ്പോൾ ഇന്നത് ഫൈനൽ ചെയ്യും. സിൽക്കി ഗോൾഡ് അടിക്കണത് ഫാമിലി യൂസിനൊക്കെ പറ്റിയ കളറിനൊക്കെ പറയില്ലേ, ആ രീതിയിൽ രണ്ടാളും ഇവിടെ അതിൻ്റെ പണിയിലൊക്കെയാണ് കേട്ടോ. ഓൾറെഡി ഒരു ഗോൾഡൻ വണ്ടിയായിരുന്നു. ആ വണ്ടിയാണ് സിൽക്കി ഗോൾഡ്, അതായത് പുതിയ കളറിലേക്ക് മാറ്റി അതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെയാണിത്. ഇവിടെ അടുത്ത വണ്ടിയായിട്ട് ഇവിടുത്തെ വേറൊരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. ഇതും ഒരു ഗോൾഡൻ വണ്ടി തന്നെയാണ്. അടിക്കാനുള്ള കളർ നോക്കേണ്ടി വരും. ഈ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇന്നലെ അടിച്ചിറക്കിയ വണ്ടിയുടെ ഗ്ലാസ് വന്നിട്ടുണ്ട്. പുതിയ ഗ്ലാസ് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ബോണറ്റും കാര്യങ്ങളൊക്കെ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സീറ്റ് സ്പോർട്ടി മീൻസ് തയ്യസപ്പെട്ടുള്ള രീതിയിലുള്ള സീറ്റൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ വന്നിട്ട് വേണം ബാക്കിയുള്ള സെറ്റിങ് കാര്യങ്ങളൊക്കെ. അതേപോലെ ഒരു ഇന്നോവ ഇവിടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുന്നു. പിന്നെ നമുക്ക് സ്വിഫ്റ്റിൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാച്ച് വർക്ക് തീർന്നിരിക്കുന്നതാണ്. പിന്നെ ഒരു വണ്ടി ഇന്ന് ഡെലിവറി ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റീറിങ് നമ്മൾ ക്രിസ്റ്റയുടെ സ്റ്റീറിങ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. അത് കാണിച്ചു തരാം. ഇത് നമ്മളെ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഡെലിവറി ചെയ്ത വണ്ടിയാണ്. അപ്പോൾ വീണ്ടും സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വണ്ടിയാണ് ഇപ്പോൾ ക്രിസ്റ്റയുടെ സ്റ്റീറിങ് വീലും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിറ്റിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കണം. ഇത് സെക്കൻഡ് ഹാൻഡ് തന്നെ കേട്ടോ. പക്ഷേ ഇങ്ങനെ വന്നാലൊരു 2 വർഷം പഴക്കമല്ല, അത്രയ്ക്ക് ഉണ്ടല്ലോ ഉണ്ടാവുള്ളൂ. ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫുൾ ടൈപ്പ് വർക്ക് കൺവേർഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. സീറ്റ് വർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഓൾറെഡി നല്ല സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ അതിന് സ്റ്റീറിങ്ങിൻ്റെ വീല് ഫിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ വാഷിങ്ങിലേക്ക് ഇടണം. പിന്നെ നമുക്ക് കസ്റ്റമർ ഏകദേശം ഒരു 1 മണിക്കൂർ കൊണ്ടൊക്കെ എത്തും. അപ്പോൾ നമുക്ക് ആദ്യം വാഷിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ചെയ്തിടാം. അതിന് ശേഷം സ്റ്റീരിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. കാരണം ഇപ്പോൾ സ്റ്റീരിങ്ങിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ സ്റ്റീരിങ്ങിൻ്റെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റീരിയോൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലൂപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി വാഷിങ്ങിലേക്ക് കൊണ്ടുപോകാം. കോളത്തിൽ തന്നെ കൊണ്ടുപോകാം, കാരണം അല്ലെങ്കിൽ വാഷിങ് ചെയ്തില്ല. സ്റ്റീരിങ്ങൊക്കെ ഫിറ്റിങ് കഴിഞ്ഞു. അതിൻ്റെ വയറിങ് കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ എയർ ബാഗ് മാത്രമേ ഉള്ളൂ. ആ സ്റ്റീരിങ് സ്ട്രൈറ്റ് ആണോ നോക്കിയതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ഓൾറെഡി എയർ ബാഗ് ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ കണക്ഷൻ കാര്യങ്ങളൊക്കെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യൂടെ. ക്രിസ്റ്റയുടെ സ്റ്റീരിങ് എന്ന് പറഞ്ഞാൽ എയർ ബാഗ് വർക്ക് ചെയ്യേണ്ടെന്നിരിക്കില്ല. എയർ ബാഗിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതിൻ്റെ സ്പെറൽ കേബിൾ റീപ്ലേസ് ചെയ്തില്ല. അപ്പോൾ എല്ലാം സെയിം ആയിട്ടുണ്ട്. പണി നടക്കണം കേട്ടോ. ഇതന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തോന്നുന്നത് റോഡ് പണി നടക്കണം. 1 സൈഡേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതായത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല. കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് തൃശ്ശൂർ പോകാൻ പറ്റും. എറണാകുളം വരുന്നവർക്ക് കുഴപ്പമില്ല. തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർ ഒന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ കറങ്ങിയിട്ട് ഇപ്പുറത്തോട്ട് വരേണ്ടി വരും കേട്ടോ. ഓക്കെ, ഷെയറിങ് സെൻറ്റർ അല്ല, ഏകദേശം കണ്ടാൽ വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വാഷിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ സിൽവർ വണ്ടിയുടെ വാഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഫ്രണ്ട് ഗ്രില്ല് ബോഡി കളർ തന്നെ കൊടുത്തതാണ്. പക്ഷേ സിൽവറിന് അത്ര അങ്ങോട്ട് യോജിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞേക്ക്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറക്കാം. 2005 മോഡൽ ഇന്നോവയാണ് കേട്ടോ. വാഷിങ് കഴിഞ്ഞ് അതെന്നാ
വണ്ടി വാഷിംഗ് കാര്യങ്ങളും കഴിഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിങ്ങളോട് പറഞ്ഞില്ലേ വളഞ്ഞു പോകണമെന്ന് കണ്ട. നമ്മളാ വന്ന വഴി നേരെ പോകണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളൂ വാഷിംഗ് സെൻറ്ററിലേക്ക്. പക്ഷേ ഇപ്പോൾ റോഡ് പണി നടക്കണ കാരണം നമുക്ക് ഏകദേശം ഒരു 6 കിലോമീറ്റർ കറങ്ങി പോകണം. അങ്ങനെ പോയിട്ടിരിക്കാൻ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റീറിങ്ങും ശരിയൊക്കെ ഫിറ്റ് ചെയ്ത് കസ്റ്റമറോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ അഭിപ്രായം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. നമ്മൾ വാഷിംഗ് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കവറ്, ബ്ലാക്ക് കവറ് ഫിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീറിങ് ഫിറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ വീലാർച്ച് ബ്ലാക്ക് അടിക്കുന്നുണ്ട്, ഫുള്ള് സിൽവർ ബ്ലാക്ക് അടിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് കേട്ടോ. $2006 മോഡൽ. അപ്പോൾ നല്ല യൂസ് ആയിരുന്നു കേട്ടോ. 3.5 lakh சிங்கிள் ஓனர் தான் ஓட்டிருக்காங்க. 3.5 ലാക്കാ? பார்த்தீங்களா? അപ്പോഴേ ഒരു വൈബ്രേഷൻ ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസാണ്. ഇപ്പോൾ ഞാൻ ഓട്ടിയിട്ട് വന്ന് 3,50,000 3,54,000 കിലോമീറ്റർ വണ്ടി ഓടിയുണ്ട് കേട്ടോ. ഓ 2005 മോഡൽ. നമ്മൾ ആ ലൈവിൽ പഴയ ഓൾഡാണ് ഇട്ടിരിക്കുന്നത്. അത് കസ്റ്റമർ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചെടുക്ക്. അത് പുതിയതാണ് വാങ്ങി വെച്ചാണ്? യൂസ്ഡാ? കുഴപ്പമില്ല, നല്ലതാണെങ്കിൽ പ്രശ്നമില്ല. നല്ലതാണ്, പ്രോബ്ലമില്ല. നമ്മൾ ഗാരേജിലെത്തുമ്പോൾ അതെ ഇവിടെ എത്തിയോസ് പ്രൈമർ കോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിച്ചിങ്ങനെ ടൂക്കിയാണ് കേട്ടോ. നമുക്ക് കസ്റ്റമർക്ക് ബില്ല് കൊടുക്കണം. ബില്ല് കൊടുത്തിട്ട് വണ്ടി വിട്ടതിന് ശേഷം ഫൈനൽ ഷോട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ കാലത്ത് തുടങ്ങിയ വണ്ടി ഇപ്പോൾ സിൽക്കി ഗോൾഡ് സെക്കൻഡ് കോട്ട് ക്ലിയർ കോട്ട് അടിക്കണം കേട്ടോ. അപ്പോൾ ലേബറും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. നമ്മൾ വീക്കിലാണ് കേട്ടോ, ഇവിടെ വീക്കിലാണ് ലേബർ കൊടുക്കുന്നത്. അതെല്ലാം എഴുതി വെച്ചു, അത് ഇനി കൊടുക്കണം. അയക്കുമ്പോൾ നമ്മുടെ കസ്റ്റമറുടെ വണ്ടി എന്താ നോക്കട്ടെ. കറണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ട്, ഇവിടെ റോഡ് പണി നടക്കണേ. കറണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വണ്ടി ഇത് ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വണ്ടി 2005 വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഉള്ളിലൊന്നും ഒരു അനക്കം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പുറമെ അടിപൊളിയായി. പിന്നെ സ്റ്റീരിങ് കാര്യങ്ങളും വന്നു. പിന്നെ നമ്മുടെ ക്രിസ്റ്റയുടെ സ്റ്റീരിങ് കാര്യങ്ങളും ഫിറ്റ് ചെയ്ത് അങ്ങനെ ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ആയിരിക്കാണ് കേട്ടോ. 2005 തോന്നില്ല അല്ലേ ടോമ? രണ്ട് സെയിം കളർ കേട്ടോ. റെഡായിരുന്നു കേട്ടോ വണ്ടി, റെഡ് അടിച്ചിരുന്നത്. അപ്പോൾ അത് നമ്മൾ സിൽവറിലേക്ക് ആക്കി വണ്ടി. കസ്റ്റമർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. കസ്റ്റമറുടെ അഭിപ്രായം നമ്മൾ ചോദിച്ചു നോക്കാം. ആറ്റിക്ക് പോകണേ സ്റ്റീറിങ് ഡേറ്റായിരുന്നു. ആൻഡ്രോയിഡ് സ്റ്റീരിയോ സീറ്റ് നമ്മൾ ചെയ്തതല്ല, ഓൾറെഡി കസ്റ്റമർ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇതിൽ ഇതൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ. സൗണ്ട് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, ഫുൾ വർക്കിംഗ് ആണ്. കോൾ അറ്റൻഡ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക, അതൊക്കെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറയുന്നത്. എങ്ങനെ ഇതിപ്പോൾ എനിക്ക് ആ ഒരു ഇതടിച്ചത് എനിക്കിഷ്ടമായില്ല. എനിക്കിഷ്ടമായോ? കുഴപ്പമില്ല, ഭംഗിയുണ്ട്. വൈറ്റ് അത്ര ഭംഗിയില്ല. ആ വൈറ്റിന് അതിനൊരു ഭംഗിയാണ്. വൈറ്റിന് പിന്നെ റെഡിന് ബ്ലാക്ക് കൊടുക്കുന്നതൊക്കെ ഭംഗിയാണ്. സിൽവറിന് വന്നപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. ഈ മിററൊക്കെ ഈ ടൈപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തമിഴ്നാട് രാജപാളയം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് നമ്മുടെ ഈ ഒരു വണ്ടി വന്നിരുന്നത്. റെഡ് കളർ വണ്ടിയായിരുന്നു കേട്ടോ. ആളുടെ പേര് ദിനകരൻ.
അല്ലേ? ദിനകരൻ സാറിൻ്റെ വണ്ടിയാണ്. അപ്പോൾ സാറ് റെഡ് കളറായിരുന്നു, ആ സാറ് സിൽവറിലേക്ക് കൺവേർട്ട് ചെയ്തു. അതേപോലെ തന്നെ വണ്ടി കൊണ്ടിട്ട് ഹെഡ് എൽ ചെയ്തു. പിന്നെ ഇന്ത്യയിൽ സീറ്റ് വർക്ക് ഓൾറെഡി പണിട്ട് നിൽക്കും അല്ലേ? പിന്നെ ഫ്ലോർ മാറ്റ് ചെയ്തു. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ക്രിസ്റ്റ സ്റ്റീരിംഗ് വീല്, വോയിസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഉള്ള ടൈപ്പ് സ്റ്റീരിംഗ് വീൽ ആഡ് ചെയ്തു. അതിന് ഫുൾ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എടുക്കുന്നു വർക്കും நல்லா இருக்குது. ஒர்க்லாம் நல்லா ஒரிஜினாலிட்டியாக இருக்குது. ஃபுல் அண்ட் ஃபுல் யூடியூப் பார்த்து தான் வந்தேன். யூடியூப் பார்த்து வந்து வண்டியை விட்டு போனேன். நல்லா நினச்ச மாதிரி நல்லா ஃபினிஷ் நல்லா பண்ணி கொடுத்துருக்காங்க. ஆல் த பெஸ்ட். ஓகே, தேங்க்யூ. சரி இந்த ஆடியோலாம் செக் பண்ணி நான் அப்படியே கிளம்புறேன். பார்ப்போம். ரைட் சார், தேங்க்யூ சார். பை. ஓகே, தேங்க்யூண்ணே. பார்ப்போண்ணே. சரி. இன்னொரு ஸ்விஃப்ட் இருக்குன்னு ஒரு நிமிஷம் கழிச்சு எடுத்து வரேன். ശരി ഓക്കെ. ஆடியோலாம் செக் பண்ணி நான் அப்படியே கிளம்புறேன். അവിടെ ചെക്ക് ചെയ്യണമല്ലോ. ശരി. വരുമ്പായി അവിടെ ഫൈനൽ ക്ലിയർ കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ AP വണ്ടിയുടെ കട്ടിങ് പോളിഷിങ്ങിന് വേണ്ടിയിട്ട് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടെ എത്തിയോസ് പ്രൈമർ കോട്ട് കഴിഞ്ഞു. ഇപ്പോൾ ആ സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതേപോലെ നമുക്കൊരു പൾസ് വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രൈമർ കോട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വണ്ടി ഇത് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായി, സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെറിയൊരു വ്ളോഗായിരുന്നു മൊത്തത്തിൽ ഉള്ള വർക്കും പിന്നെ ഒരു വണ്ടിയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കണം. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ക്രിസ്റ്റയുടെ സ്റ്റീറിംഗ് വീലിൻ്റെ റേറ്റ് ഇപ്പോൾ എല്ലാവരും ചോദിക്കും. സ്റ്റീറിംഗ് വീല് പല റേറ്റാണ്. സെക്കൻഡ് ഹാൻഡാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഹാൻഡ് എത്ര രൂപ കിട്ടി നോക്കിയിട്ടാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ വിട്ടത് 21 രൂപ വന്നു മൊത്തം സ്റ്റീറിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അടിക്ക് മുമ്പോട്ട് 18 രൂപ വന്നുള്ളൂ. ചില സമയങ്ങളിൽ 25, 26 അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഫിക്സഡ് റേറ്റ് അല്ല, അതുകൊണ്ട് ഞാൻ റേറ്റ് പറയാത്തതിൻ്റെ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. പിന്നെ ഒരു വണ്ടി ഇവിടെ സ്ട്രിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. തന്നെ അവിടെ സ്ട്രിപ്പിങ് നടക്കുന്നുണ്ട്. അത് ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് മൊത്തം കംപ്ലൈൻറ്റാണ്. അത് സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം ഉള്ളി വെച്ചിട്ട് ഉറച്ച് കളയാണ്. റിമൂവർ ഇട്ടാൽ മൊത്തം ബോഡി കംപ്ലൈൻറ്റ്. അത് കാരണം റിമൂവർ യൂസ് ചെയ്യില്ല, ഉറച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് അതിനൊക്കെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ബൈ. പോകാമെന്ന് പറഞ്ഞപ്പോൾ ടോമിൻ്റെ വണ്ടിയുടെ ബാറ്ററി നമ്മുടെ വണ്ടിയിലിരിക്കണം. അപ്പോൾ ആ ബാറ്ററി എടുത്ത് ഇങ്ങോട്ട് വെക്കണം, ഈ ബാറ്ററി എടുത്ത് അങ്ങോട്ട് വെക്കണം. ആ ലൈവിലും കാര്യങ്ങളൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾക്കല്ല ശരിയാക്കാൻ പറ്റും കേട്ടോ. ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്നൊക്കെ വരണമെങ്കിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് പോയിട്ട് റൈറ്റ് സൈഡിൽ ഫസ്റ്റത്തെ ഷോപ്പ് അലോയ് വീൽ റിപ്പയറിൻ്റെ ഷോപ്പാണ്. അവിടെ പോയിട്ട് മൊത്തം ഇതിൻ്റെ ബാക്ക് വശം കട്ടായി പോയിട്ടുണ്ടായി അലോയ് വീലിൻ്റെ. അപ്പോൾ കട്ടായി പോയ ഭാഗം അവർ വെൽഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് റിപ്പയർ ചെയ്ത് തന്നു കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഏകദേശം ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം 100 കിലോമീറ്റർ മേലെ വണ്ടി ഓടി. ഒരു ഇഷ്യൂവിൽ എയർ പ്രഷറും കുറയണമെന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ 1500 രൂപ ചിലവായുള്ളൂ മൊത്തം. ആ കട്ട് ചെയ്ത പീസ് അവർ ക്ലിയർ ചെയ്ത് തന്നിട്ട് അലോയ് വീലാക്കി ബാലൻസിങ് ഒക്കെ ചെയ്ത് തന്നിട്ട് 1500 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എല്ലാം കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് പോകണം, വീഡിയോ എഡിറ്റ് ചെയ്യണം. നാളെ ഞായറാഴ്ച ഓഫ്. ഓക്കെ, ബൈ.